ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അവശയായ ബസ് യാത്രക്കാരിയെ തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷയിലെ മാതൃകാപരമായ പ്രവർത്തനത്തിന് സ്വകാര്യ ബസ് ജീവനക്കാർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ ആദരം. ജീവനക്കാർക്കുള്ള മെമന്റോ ജോയിന്റ് ആർടിഒ അൻവർ മൊയ്തീൻ വിതരണം ചെയ്തു. തിരൂർ ചമരടം പുറത്തൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന BC സൺസ് പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരായ VP ബഷീർ, PP സുരേഷ്, നിഷാദ് എന്നിവരെയാണ് തിരൂർ ജോയിന്റ് ആർടിഒ അൻവർ മൊയ്തീന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. 3 ജീവനക്കാർക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ മെമന്റോ അൻവർ മൊയ്തീൻ കൈമാറി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം നടന്നത്. രാവിലെ 9-ന് പുറത്തൂരിൽ നിന്നും പുറപ്പെട്ട ബസ്സിലെ യാത്രക്കാരിയായ 60 വയസ്സുകാരിയാണ് അവശയായി ബസ്സിൽ തളർന്നു വീണത്. ഇതേ തുടർന്ന് യാത്രക്കാർ കണ്ടക്ടർ സുരേഷിനോട് വിവരം അറിയിക്കുകയും ഓട്ടോറിക്ഷ വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും യാത്രക്കാരി ഛർദ്ദിച്ച് കൂടുതൽ അവശയായതോടെ ബസ് ജില്ലാ ആശുപത്രിയിലേക്ക് വേഗത്തിലെത്തി ജീവനക്കാർ കാഷ്വാലിറ്റിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ബസ് ജീവനക്കാരുടെ മാതൃകാ പ്രവൃത്തിക്ക് ആദരം നൽകിയത്. BC സൺസ് എന്ന് പറയുന്ന വാഹനത്തിൽ യാത്ര ചെയ്ത വിമല, ആലത്തൂരിലെ വിമല 60 വയസ്സുള്ള ഒരു സ്ത്രീ പെട്ടെന്ന് പ്രഷർ കൂടി ബോധം നശിക്കുകയും അവരെ യഥാസമയം ഓട്ടോറിക്ഷയിലേക്ക് ആദ്യം മാറ്റിയപ്പോൾ നല്ലവരായ യാത്രക്കാർ അത് വേണ്ട എന്ന് ശടിക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്ന് ഉദ്ദേശിച്ച് ഇതിലെ ഡ്രൈവറും കണ്ടക്ടറും അറ്റൻഡറും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഉചിതമായ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ആ സ്ത്രീയുടെ ജീവൻ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഈ BC സൺസിലെ കണ്ടക്ടറെയും ഡ്രൈവറെയും അതിൻ്റെ അറ്റൻഡറെയും ആദരിക്കാനായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പിലെ തിരൂർ സബ് ആർടി ഓഫീസിലെ ഉദ്യോഗസ്ഥരായ ഞങ്ങളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ സന്തോഷം ഞങ്ങൾ ആദ്യം നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിക്കണം. അവർക്ക് അതൊരു പ്രോത്സാഹനമായി മാറേണ്ടതായിട്ടുണ്ട്. നിയമം മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്, മനുഷ്യനിർമ്മിതമാണ്. എന്നിരുന്നാലും നമുക്ക് മാനുഷികമായ ഒരു പരിഗണന നൽകി യഥാസമയം ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് ഒരു ധർമ്മമുണ്ട്. അതിന് യാത്രക്കാരായ എല്ലാവരും അതിന് സഹകരിച്ചതിന് അതിലെ യാത്രക്കാർക്ക് ഞാൻ പ്രത്യേകം, അപ്പോൾ ഇവിടെ ആരും സ്ഥലത്തില്ല, ആ യാത്രക്കാർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഈ അവാർഡ് വാങ്ങിയ ബഷീർ, നിഷാദ്, സുരേഷ് എന്നിവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവർക്കും ഈ മാതൃക പിന്തുടരാനായിട്ട് എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. എല്ലാ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഇതുപോലെ മാനുഷികപരമായ കാര്യങ്ങളിലേക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ഒന്നുകൂടെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. രാവിലെ 8:10 കാവിലക്കാട് നിന്ന് വരുമ്പോൾ തിരുവൂർക്ക് വരുമ്പോൾ പിന്നെ ബോയ്സ് സ്കൂളിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു സ്ത്രീക്ക് പെട്ടെന്ന് വെയ്യാന്ന് പറഞ്ഞ് യാത്രക്കാരെല്ലാവരും കൂടി ഞങ്ങളോട് പറഞ്ഞു. അപ്പം ഞാൻ പോയി നോക്കുമ്പോൾ ആളെ കുറച്ച് ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ട് കൊണ്ടുപോകാനുള്ള ഇതിലായിരുന്നു. അപ്പോൾ അങ്ങനെ ആകെ ഛർദ്ദിച്ച് ആകെ അവശയായി. എന്താ വെച്ചാൽ കയ്യും കാലൊക്കെ ആകെ തളർന്നപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് പോകാൻ തന്നെ. അങ്ങനെ കൊടുന്ന് പെട്ടെന്ന് OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറോട് കണ്ട് പ്രഷർ കൂടിയാന്ന് പറഞ്ഞ്. അപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, മിനിയാന്ന് കയറിയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ബസ്സായിട്ട് ഞങ്ങൾ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയത്. ബസ്സായിട്ട് ഞങ്ങൾ നേരിട്ട് അനുഗ്രഹ തിയേറ്ററിൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയത്. പിന്നെ ആകെ ടയേർഡായപ്പോൾ പിന്നെ ഞങ്ങൾ നേരിട്ട് ഒന്നും നോക്കില്ല. അത്ര പറഞ്ഞു. താങ്ക് യു. തിരു ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ MVI CK സുൽഫിക്കർ, AMVI മാരായ R സുനിൽകുമാർ, അനസ് സലാഹുദ്ദീൻ, സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവർ സംബന്ധിച്ചു.